ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് ശകടാസുരനെ ശ്രീകൃഷ്ണൻ കൊന്ന കഥ. യശോദാദേവിയുടെ പുത്രൻ താനെ കമിഴ്ന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ അതൊരു വൈദിക ചടങ്ങായി ആചരിക്കപ്പെട്ടു. ആദ്യമായി കുഞ്ഞിനെ വീടിന് പുറത്തിറക്കുമ്പോൾ നടത്തുന്ന ഉദ്ധാനമെന്ന ഈ ചടങ്ങിൽ കുഞ്ഞിനെ നന്നായി കുളിപ്പിക്കുന്നു. കൃഷ്ണന് 3 മാസം തികഞ്ഞപ്പോൾ അയൽപ്പക്കത്തെ സ്ത്രീകളോടൊപ്പം യശോദ ഈ ചടങ്ങ് കൊണ്ടാടി. അന്ന് ചന്ദ്രനും രോഹിണി നക്ഷത്രവും തമ്മിൽ ഒരു സമ്മേളനമുണ്ടായിരുന്നു. വൈദിക മന്ത്രോച്ചാരണവുമായി ബ്രാഹ്മണരും വാദ്യഘോഷാദികളുമായി സംഗീതജ്ഞരും വന്നുകൂടിയ ഈ മഹോത്സവം യശോദ നന്നായി ആഘോഷിച്ചു. കുഞ്ഞിൻ്റെ സ്നാന ചടങ്ങിന് ശേഷം അമ്മയായ യശോദ ബ്രാഹ്മണരെ ആദരവോടെ സ്വീകരിച്ച് പൂജിച്ചു. അവർക്ക് വേണ്ടത്ര ധാന്യങ്ങളും മറ്റു ഭക്ഷ്യപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും അഭിലഷണീയങ്ങളായ പശുക്കളും പൂമാലകളും നൽകി ആദരിച്ചു. ബ്രാഹ്മണർ മംഗളകർമ്മത്തിനൊത്ത വേദമന്ത്രങ്ങൾ ചൊല്ലി. എല്ലാം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറക്കം തൂങ്ങുന്നത് കണ്ട മാതാവ് യശോദ അവനുറങ്ങും വരെ ഒപ്പം കിടന്നു. അതിനുശേഷം ബാക്കിയുള്ള ജോലികളിൽ ഏർപ്പെട്ടു. ഉദ്ധാന ചടങ്ങ് ആഘോഷിക്കുന്നതിൽ മുഴുകിയിരുന്ന യശോദാമാതാവ് അതിഥികളെ സ്വീകരിച്ച് ആദരപൂർവ്വം പൂജിച്ച് വസ്ത്രം, പശുക്കൾ, മാലകൾ, ധാന്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്ന തിരക്കിലായിരുന്നതിനാൽ അമ്മയുടെ സാമീപ്യത്തിനായി കുഞ്ഞ് കരയുന്നത് കേട്ടില്ല. അപ്പോൾ അമ്മയുടെ മുലപ്പാലിന് വേണ്ടി വാശി പിടിച്ച ഉണ്ണികൃഷ്ണൻ ദേഷ്യത്തോടെ 2 കാലുമിട്ട് അടിക്കാൻ തുടങ്ങി. കൃഷ്ണനെ കിടത്തിയിരുന്നത് വീട്ടാവശ്യത്തിനുള്ള ഒരു കൈവണ്ടിയുടെ കീഴിലായിരുന്നു. പക്ഷേ ഈ കൈവണ്ടി യഥാർത്ഥത്തിൽ കൃഷ്ണനെ കൊല്ലാൻ വന്ന ശകടാസുരൻ എന്ന രാക്ഷസൻ വേഷം മാറിയതായിരുന്നു. അമ്മയുടെ പാൽ കുടിക്കാൻ വേണ്ടി വാശി പിടിക്കുന്ന മട്ടിൽ ഈ അവസരം കൃഷ്ണൻ ആ അസുരനെ കൊല്ലാനും ഉപയോഗിച്ചു. അവൻ്റെ കള്ളി വെളിച്ചത്താക്കാനായി കൃഷ്ണൻ ശകടാസുരനെ തൊഴിച്ചു. ശകടാസുരനെ കൊല്ലുക വഴി അതിഥി സൽക്കാരത്തിൽ മുഴുകിയ മാതാവിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി കൃഷ്ണൻ വണ്ടിയുടെ രൂപത്തിലുള്ള രാക്ഷസനെ ചവിട്ടി. ഉണ്ണികൃഷ്ണൻ്റെ കുഞ്ഞിളം പാദങ്ങൾ തളിരുപോലെ മൃദുലമായിരുന്നുവെങ്കിലും അവ കൊണ്ട് ചവിട്ടിയപ്പോൾ ആ വണ്ടി മറിയുകയും ഭയങ്കരമാം വിധം തകർന്നു വീഴുകയും ചെയ്തു. ചക്രങ്ങൾ അച്ചുതണ്ടിൽ നിന്ന് വേർപെട്ട് ആരക്കാലുകളും കീലവും ചിതറി. നുകം ഒടിഞ്ഞ് വണ്ടി വീണപ്പോൾ വണ്ടിയിൽ വെച്ചിരുന്ന പലതരം ലോഹപാത്രങ്ങൾ അങ്ങുമിങ്ങും ചിതറി. യശോദാമാതാവും ഉദ്ധാനോത്സവത്തിന് വന്നെത്തിയ സ്ത്രീകളും നന്ദഗോപർ മുതലായ പുരുഷന്മാരും ആ അത്ഭുത ദൃശ്യം കണ്ട് ഈ കൈവണ്ടി എങ്ങനെയാണ് തന്നെത്താൻ തകർന്നതെന്ന് ആശ്ചര്യപ്പെട്ടു. അവിടെ കൂടിയ ഗോപികമാരും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇതൊരു അസുരൻ്റെയോ ദുഷ്ടഗ്രഹത്തിൻ്റെയോ പണിയാണോ? അവർ ചോദിച്ചു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന കുട്ടികൾ അത് ഉണ്ണികൃഷ്ണൻ ചവിട്ടി തകർത്തതാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് വണ്ടിച്ചക്രത്തിൽ ചവിട്ടിയതും വണ്ടി മറിഞ്ഞ് തകർന്നു. കൃഷ്ണൻ അപ്പോഴും അപരിമേയനാണെന്നറിയാത്ത ആ ഗോപന്മാർക്ക് ഉണ്ണികൃഷ്ണന് അത്തരം സങ്കല്പാതീതമായ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുട്ടികൾ പറഞ്ഞതും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കുട്ടികൾ എന്തോ ബാലിശമായി പറയുന്നുവെന്ന് കരുതി അവരതൊന്നും കണക്കിലെടുത്തില്ല. ശക്തരും ദൃഢഗാത്രരുമായ ഗോപന്മാർ വണ്ടി പഴയതുപോലെയാക്കി കുടങ്ങളും മറ്റ് സാധന സാമഗ്രികളും തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർ ഗ്രഹപ്പിഴ നീക്കാനായി അഗ്നിഹോമത്തോടുകൂടി ഒരു വൈദികാനുഷ്ഠാനം നിർവഹിച്ചു. എന്നിട്ട് അക്ഷതയും തൈരും ജലവും ദർഭയും കൊണ്ട് പരമ ദിവ്യോത്തമ പുരുഷനെ ആരാധിച്ചു. പ്രേതങ്ങൾ മനുഷ്യരെ ബാധിക്കുന്നതിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. സ്ഥൂല ശരീരമില്ലാത്തതിനാൽ പ്രേതം വസിക്കാനൊരു സ്ഥൂല ശരീരത്തിൽ അഭയം തേടുകയും ശല്യമുണ്ടാക്കുകയും ചെയ്യും. കൈവണ്ടിയിൽ അഭയം തേടിയ ഒരു പ്രേതമായിരുന്നു ശകടാസുരൻ. കൃഷ്ണനെ ഉപദ്രവിക്കാനൊരവസരം നോക്കിയിരിക്കുകയായിരുന്നു അവൻ. കൃഷ്ണൻ മൃദുലമനോഹരമായ കുഞ്ഞുപാദങ്ങൾ കൊണ്ട് വണ്ടിയെ ചവിട്ടിയപ്പോൾ ആ പ്രേതം ഭൂമിയിലേക്ക് പതിക്കുകയും അവൻ്റെ അഭയമായ വണ്ടി നേരത്തെ വർണ്ണിച്ചതുപോലെ തകർന്നു വീഴുകയും ചെയ്തു.
എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.